ജോസ്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ തോൽവി മാത്രം പറയുന്ന അല്ലെങ്കിൽ അത് മാത്രം വിശകലനം ചെയ്യുന്ന ഒരൊറ്റ വിജയമാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. ഏകദിനത്തിലെ ആദ്യത്തെ വിജയം, അതിനുശേഷം 2 തോൽവിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇന്ത്യൻ ടീം എന്നുള്ള നിലയിൽ ഒരു പരമ്പര വീണ്ടും നഷ്ടമായിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് ടെസ്റ്റ് പരമ്പര ഉണ്ടായിരുന്നില്ല, അതും ഉണ്ടായിരുന്നെങ്കിൽ അതും തോറ്റേനെ എന്ന് ആ ഒരു രീതിയിലാണ് ടീം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ ബാറ്റർമാർ ഈ പറയുന്ന പോലെ മുൻനിര ബാറ്റർമാർ കൃത്യമായി പ്രകടനം കാഴ്ചവെച്ചു. അത് പറയുമ്പോൾ മുൻനിര ബാറ്റർമാർ മുഴുവൻ പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, വേറെ ആരും കളിച്ചില്ല. അപ്പോൾ ഇത്രയും നല്ല ഡെപ്തുള്ള ഒരു ബാറ്റിംഗ് നിര ഉണ്ടായിട്ട്, അതായത് അവർ വന്നത്, അതായത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും ഒക്കെ കളിച്ചത് ഒരു കൃത്യമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ. ആ പ്ലാന് ഒരു പരിധിവരെ വിജയിച്ച് വന്നതായിരുന്നു. രോഹിത് ശർമ്മയുടെ വിക്കറ്റോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു. മാത്രമല്ല, ഇഷാൻ കിഷന് പകരം ഒരു ബൗളറെ എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്ന രീതിയിലാണ് ഇഷാൻ കിഷൻ കളിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷനും ഒരു കാരണവശാലും സെക്കൻഡ് ഡൗൺ ഇറക്കാൻ കഴിയുന്ന, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇറക്കാൻ കഴിയുന്ന ഒരു ബാറ്റർ അല്ല ഇഷാൻ കിഷൻ. നമ്മൾ നേരത്തെയും പറഞ്ഞു. ഇപ്പോൾ ശ്രേയസ് അയ്യരെയോ അല്ലെങ്കിൽ കെ.എൽ. രാഹുലിനെ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിലൊരു മാറ്റം ഉണ്ടായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ വിജയത്തിന്റെ സന്തോഷത്തിൽ നമ്മൾ വീഡിയോയിൽ പറയുണ്ടായിരുന്നു, നമ്മളൊരു സമ്പൂർണ്ണ വൈറ്റ് വാഷ് ആഗ്രഹിക്കുന്നു എന്നൊക്കെ. എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കാറ്റിപ്പറത്തിക്കൊണ്ട് നമ്മുടെ ടീം വീണ്ടും നിരാശ സമ്മാനിച്ചിരിക്കുകയാണ്. ടോസ് നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. ഇത്രയും ഒരു കൂറ്റൻ സ്കോർ 387 എന്ന കൂറ്റൻ സ്കോറിലേക്ക് അവർ എത്തിയപ്പോൾ തന്നെ സീരിയസ്ലി നമ്മളൊരു പകുതി മൈൻഡായിരുന്നു. എങ്കിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നി. ബോളിങ്ങിലേക്ക് തന്നെ ആദ്യം വരേണ്ടതായിട്ടുണ്ട്. 387 റൺസ് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ലൈൻ, എന്താണ് ലെങ്ത് എന്ന് അറിയാതെ പന്തെറിഞ്ഞ നമ്മുടെ ബോളർമാരുടെ മാത്രം കുഴപ്പമാണത്. പ്രസിദ്ധ് കൃഷ്ണ 10 ഓവറിൽ 69 റൺസ് വഴങ്ങി അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. തമ്മിൽ ഭേദം അദ്ദേഹമായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ചധികം നല്ല പന്തുകൾ ഇന്നെറിഞ്ഞു. കുറേയധികം ഡോട്ട് ബോളുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. എന്തായാലും ഇന്ന് അദ്ദേഹം അവസാനത്തെ ബട്ട്ലറുടെ ഓൺസ്ലോട്ടിലാണ് ഇത്രയും ഒരു വലിയ സ്കോറിലേക്ക് പോയത്. ഗുർനൂർ ബറാർ ആയിക്കോട്ടെ, അർഷ്ദീപ് സിംഗ് ആയിക്കോട്ടെ, പ്രിൻസ് യാദവ് ആയിക്കോട്ടെ, എല്ലാവരും നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള ബോളിംഗാണ്. ഒരെണ്ണം മര്യാദയ്ക്ക് എറിഞ്ഞില്ല. ജസ്പ്രീത് ബുംറ, എന്തുകൊണ്ടാണ് ജസ്പ്രീത് ബുംറ ഇല്ലാതെ ഇന്ത്യൻ ബോളിംഗ് യൂണിറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്? അല്ല, അത് വളരെ മോശം അവസ്ഥയാണത്. ഒരു ടീമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റ് കഴിഞ്ഞാൽ പകരം ഒന്ന് കാണിക്കാൻ പോലും ഒരു താരമില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അത് പിന്നെ സെലക്ടർമാരുടെ കുറ്റമാണെന്ന് തന്നെ പറയാം ഉറപ്പായിട്ടും. അതും ഇങ്ങനൊരു കണ്ടീഷനിൽ ഇത്രയും നല്ലൊരു ടോപ്പ് ടീമിനെതിരെ കളിക്കാൻ പോകുമ്പോൾ അവരുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് പിന്തുണ കൊടുക്കാൻ ഒരു സീനിയർ താരത്തെ ഉറപ്പായും BCCI സെൻഡ് ചെയ്യേണ്ടതായിരുന്നു. സിറാജിനെ കൊണ്ടുപോകണ്ടായിരുന്നു. സിറാജ് ആണെങ്കിൽ എപ്പോൾ ലീഗ് കളിക്കാൻ വിളിച്ചവരും ടെസ്റ്റിലെ ടീമിലേക്ക് വിളിച്ചവരും അങ്ങനെ നിൽക്കുന്ന ഒരു അദ്ദേഹം പോകും. അങ്ങനെ ടീം എന്ന് പറഞ്ഞാൽ അത്രയും ആത്മാർത്ഥതയോടെ നിൽക്കുന്ന സിറാജിനെ പോലെ താരം നിൽക്കുന്നു. IPL ഗംഭീര പ്രകടനം നടത്തിയ ഭുവനേശ്വർ കുമാർ, നമ്മൾ പല വീഡിയോകളിലും ഭുവനേശ്വർ കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷമിയുണ്ട്. ഇത്രയും സീനിയർ താരങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള പരീക്ഷണം ചോദിച്ച് മേടിച്ച തോൽവി എന്ന് തെളിയിക്കുന്നതാണ് പ്രകടനം. ഈ സമീപകാലത്ത് ഇങ്ങനൊരു ബോളിംഗ്, ഇന്നത്തെ അവരുടെ ഞാൻ പറഞ്ഞത് 387 വഴങ്ങിയ നമ്മുടെ ബോളിംഗ് യൂണിറ്റിനെ പോലെ ഒരു മോശം ബോളിംഗ് കണ്ടിട്ടുണ്ടോ? അതെ, വളരെ ഇടയ്ക്ക് എപ്പോഴോ, അതായത് എനിക്കത് കൃത്യമായ ഓർമ്മയില്ല, പക്ഷേ ഇടയ്ക്ക് കുറേ കാലത്ത് ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇന്ത്യ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കിടന്ന് തല്ല് വാങ്ങുന്ന ഒരു ബൗളിംഗ് യൂണിറ്റിനെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്കൊന്നും ഒരു ഓപ്ഷനും ഇല്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. ക്യാപ്റ്റൻ ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ക്യാപ്റ്റൻ ക്ലൂലെസ് ആയിട്ട് നിൽക്കുമ്പോൾ വേറൊരു കാര്യം ആലോചിക്കണം. അതായത് ഇന്ന് ഇവരുടെ ഇത്രയും വലിയ പാർട്ണർഷിപ്പുകൾ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ ഒരു പരീക്ഷണത്തിനും ഗില്ല് തയ്യാറായില്ല. 5 ബോളർമാരെ കൊണ്ട് മാത്രം എറിയിച്ചുകൊണ്ടായിരുന്നു. പകരം എറിയാൻ ഓക്കെ ശരിയാണ്. പിന്നെ ശ്രേയസ് അയ്യരൊക്കെ എറിയുമോന്ന് എനിക്ക് അറിയില്ല. ഇന്ന് കണ്ടില്ലേ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ, അദ്ദേഹം വളരെ മികച്ച ക്യാപ്റ്റൻസി ആയിരുന്നു. കൃത്യമായി ബത്തലിനെ ഉൾപ്പെടെ സാംകാറിന്റെ ഓവറുകൾ ബാക്കിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ ഇത് നല്ല ക്യാപ്റ്റൻസി, വളരെ കൃത്യമായ ഷഫ്ലിങ്, കൃത്യസമയത്തുള്ള ഈ ബോളർ ചേഞ്ച് പക്കയായിരുന്നു.
അത് ഗില്ല കാര്യത്തിൽ അതെ. വളരെ പുറകോട്ട് പോയി. അതെ അതെ അതെ. നമ്മൾ 387 റൺസ് വഴങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ബോളർമാർക്ക് പകുതി കുറ്റമുണ്ടെങ്കിൽ ബാക്കി ക്യാപ്റ്റൻ്റെ തന്നെ കുറ്റമാണ്. തീർച്ചയായിട്ടും. കാരണം ക്യാപ്റ്റൻ ഫീൽഡിൽ കാണിക്കേണ്ട ഒരു ഊർജ്ജസ്വലത, ഗില്ല് വളരെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഗില്ലിനാണ് നമുക്ക് ഇന്ന് ഫീൽഡിൽ കാണാൻ സാധിച്ചത്. ഇന്ത്യ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. ഓഫ് കോഴ്സ് ഇന്ന് ചില റൂമറുകളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു, രോഹിത് ശർമ്മയുടെ അവസാന മത്സരമായിരിക്കും. പക്ഷേ എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു BCCI എന്തായാലും അത് മാറ്റി രോഹിത് ശർമ്മ അടുത്ത വർഷവും ഉണ്ടാവും, ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇതിപ്പോ ഉണ്ടായേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ ലോർഡ്സിലേക്ക് വരുന്നു. തുടക്കം തൊട്ട് ഇരുവരും റൺസ് സ്കോർ ചെയ്യുന്നു. നമ്മൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയ സമയത്താണ് ഗില്ലിൻ്റെ വിക്കറ്റ്. ഗില്ല് എനിക്ക് തോന്നുന്നു ഒരല്പം സ്ട്രഗ്ലിംഗ് ആണ്, അതായത് ലെഗ് എന്തോ ഒരു ചെറിയ ഇഞ്ചുറി പോലെ ഉണ്ടായിരുന്നു, അദ്ദേഹം സ്ട്രഗ്ലിംഗ് ആയിരുന്നു. വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കൂട്ടുകെട്ട് വരുന്നു. വിരാട് കോഹ്ലി തുടക്കം നല്ല ഒരു ഫ്ലോയിലായിരുന്നു. ശേഷം എനിക്കൊന്ന് ജേക്കബ് ബത്തലൊക്കെ ബോൾ ചെയ്യാൻ വന്നപ്പോഴാണ് വിരാട് കോഹ്ലി ഒന്നൊരു അല്പം പുറകോട്ട് വരുന്നത്. പക്ഷേ ആ സമയത്ത് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് എടുത്ത് പറയേണ്ടതാണ്. 39 വയസ്സിൽ താൻ എന്തുകൊണ്ടാണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാനായി നിൽക്കുന്നത് എന്ന് തെളിയിക്കുന്ന രീതി ചില ഷോട്ടുകളൊക്കെ ക്ലീൻ ഹിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മയ്ക്കല്ലാതെ മറ്റൊരാൾക്കും അത് സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ ഫോർമാറ്റിലെ ഏറ്റവും ബെസ്റ്റ് താനാണെന്ന് വീണ്ടും വീണ്ടും രോഹിത് ശർമ്മ തെളിയിക്കുകയാണ്. അത് നമുക്കൊരു ചോദ്യമില്ല അതിന്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു നല്ലൊരു കളി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അത് അതേപടി അതെ നമ്മൾ പ്രവചന സിംഹങ്ങളൊക്കെ ആയി മാറും. എന്തായാലും നമുക്കും സന്തോഷം. രോഹിത് ശർമ്മയുടെ ഭാഗത്ത് വളരെ മികച്ച ഇന്നിങ്സ് ഉണ്ടായി. രോഹിത് ശർമ്മയുടെ ആ ഒരു വിക്കറ്റ് അത് ആ വിക്കറ്റ് ക്രൂഷ്യലേ. പക്ഷെ അപ്പോഴേക്കും നമുക്ക് എത്ര ബാറ്റ്സ്മാൻമാർ വരാനുണ്ടായിരുന്നു. പിന്നെ ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും KL രാഹുലും അക്സർ പട്ടേലും ഉണ്ട്. നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. വിരാട് കോഹ്ലി ഒരിടത്ത് നിൽക്കുന്നു. ആ സമയത്ത് ഒരു ആവശ്യവുമില്ല. കഴിഞ്ഞ തവണ ആവർത്തിച്ച് അതേ മിസ്റ്റേക്ക് ഇഷാൻ കിഷനെ ശ്രേയസ് അയ്യർക്ക് മുമ്പ് സെൻഡ് ചെയ്യുന്നു. ഇഷാൻ കിഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം 2020 ഒരുപാട് മികച്ച വിജയങ്ങളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും വിദേശ സാഹചര്യങ്ങളിൽ ഒരു പെട്ടെന്നൊരു പരമ്പരയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഒരു ക്രൂഷ്യൽ മാത്രമല്ല, അദ്ദേഹത്തെ ഒന്നുകിൽ ഓപ്പണറോ അല്ലെങ്കിൽ ആ രീതിയിലോ, അത് മാത്രമേ അദ്ദേഹത്തിന് അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക സാം കർണെ പോലുള്ളവർ ഒരു എന്താണ് 120 കിലോമീറ്റർ അല്ലെങ്കിൽ 130 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് നേരെ അയാൾ 70ലേക്കും 80ലേക്കും വിരാട് കോഹ്ലി ഔട്ടായത് 87 കിലോമീറ്ററോ അതിലും താഴെ എറിഞ്ഞു. 70 എറിഞ്ഞു. 70 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ എറിയുന്ന ആ ഒരു ട്രിക്കി ബൗളിങ്ങിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇഷാൻ കിഷന് പറ്റില്ല. അത് പറ്റില്ല. ഇനി പറ്റണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം മുതലേ ഫോമിലായിരിക്കണം. അതായത് ഓപ്പണിംഗ് ഇറങ്ങി നിൽക്കുകയോ ആണെങ്കിൽ കാര്യം നടക്കും. ഇത് ഒന്നുകിൽ ഇഷാൻ കിഷനെ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡൗണോ ഇറക്കുകയും വിരാട് കോഹ്ലി പിന്നോട്ട് വരികയും ചെയ്യണമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇഷാൻ കിഷൻ ഈ ഒരു സാഹചര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ശ്രേയസ് അയ്യരെയോ അല്ലെങ്കിൽ KL രാഹുലിനെയോ ആയിരുന്നു ചെയ്യേണ്ടത്. ചെയ്തിരുന്നെങ്കിൽ വിരാട് കോഹ്ലിക്ക് ആ സമ്മർദ്ദം കുറഞ്ഞേനെ. മാത്രമല്ല വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ശരിയായ ഫോമിലായിരുന്നില്ല ഇന്ന്. എങ്കിലും ഫോമിലല്ലാത്ത വിരാട് കോഹ്ലി എന്നിട്ട് പോലും ഇത്രയും അദ്ദേഹം കളിച്ചു. മാത്രമല്ല ശരിയായ ഫോമിലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് ജയിച്ചേനെ, യാതൊരു സംശയമില്ല അതിനകത്ത്. കാര്യം ആ രീതിയിലുള്ള ഷോട്ടുകൾ എന്നിട്ട് പോലും അദ്ദേഹം പലപ്പോഴും ഒരു ഓവറിൽ 2 പന്ത് അദ്ദേഹം സിക്സർ വളരെ അനായാസം. അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ വിക്കറ്റിനും തൊട്ടു മുന്നേയുള്ള സിക്സർ വളരെ മനോഹരമായിരുന്നു. അതെ. അതുപോലെ ഓപ്പണിംഗ് സമയത്ത്, അതായത് തുടക്ക സമയത്തുള്ള ചില ഷോട്ടുകൾ പുൾ ഷോട്ടുകൾ ഇന്നും ഈ പറഞ്ഞ പോലെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സിംഗിളുകളും ഡബിളുകളും ഒക്കെ ഓടിയെടുക്കുന്നു. വിരാട് കോഹ്ലി ഇന്നും ചാർജ് തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ മത്സരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിരാട് കോഹ്ലി ടൈമിങ്ങിൽ അദ്ദേഹത്തിന് സ്വല്പം പിഴവുകൾ ഉണ്ടായി. കുറച്ചൊരു കുറവ് അത് വിരാട് കോഹ്ലി ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കത് കുറവായിട്ട് തോന്നുന്നത്. വേറൊരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ അതൊരു മികച്ച ഇന്നിങ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇഷാൻ കിഷന്റെ വിക്കറ്റ് പോയതോടെ കളി പതുക്കെ ടൈറ്റായി. തൊട്ട് പിന്നാലെ വന്ന് ശ്രേയസ് അയ്യരെ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാതെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരുപാട് മികച്ച വിജയങ്ങളുടെ ഭാഗമായിട്ടതാണ്. പക്ഷേ ശ്രേയസ് അയ്യരുടെ മുഖത്തേക്ക് നോക്കുമ്പം ഒരു കോൺഫിഡൻസ് കുറവ് ഇന്ന് വന്നു. അദ്ദേഹം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ, അദ്ദേഹം എന്തോ അദ്ദേഹത്തിന് വേണമെന്ന് വെച്ച് കളിക്കാത്ത പോലെ നമുക്ക് തോന്നും. മേ ബി അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെ ആവും, അത് നമുക്കറിയില്ല. പക്ഷേ ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് പോകുന്നു. വിരാട് കോഹ്ലി ഓഫ് കോഴ്സ് വിരാട് കോഹ്ലി പ്രഷറാവുന്നു. പിന്നീട് വിരാട് കോഹ്ലി എനിക്കൊന്ന് സാം കറൻ്റെ ആ ബോളിൽ ഔട്ടാൻ വിരാട് കോഹ്ലി ഷോട്ടിന് ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ആ പോയിന്റിലേക്ക് എത്തി. അല്ല, എന്ത് പറഞ്ഞാലും ശരി, ഈ സാം കറൻ്റെ ഇങ്ങനെയുള്ള പന്തുകളെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഇത്രത്തോളം സ്ലോ പന്തുകൾ എറിഞ്ഞാൽ അത് ലൈനും ലെങ്തും കറക്റ്റ് ആകുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളെ എത്ര അടിച്ചാലും ഇത് നീങ്ങില്ല. ബൗളറുടെ പന്തിൻ്റെ വേഗത കൊണ്ട് നമുക്ക് നല്ല ഷോട്ടുകൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം നമ്മൾ തന്നെ അതിൽ നിന്ന് മൊമെൻറ്റം കണ്ടെത്തണം.
അത് അത്ര എളുപ്പമല്ല. എളുപ്പമല്ല. അതെ, അത് ഒന്നുകിൽ ഷോർട്ട് പിച്ച് വരണം, അല്ലെങ്കിൽ ഫുൾ ടോസോ ഒക്കെ വന്നാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ഗുഡ് ലെങ്തിൽ പന്ത് വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് സാംകരൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവരുടെ ഇംഗ്ലണ്ടിന്റെ എക്സിക്യൂഷൻ പക്കയായിരുന്നു. സാംകരനെ വെച്ചിട്ടുള്ള എക്സിക്യൂഷൻ പക്കയായിരുന്നു. തീർച്ചയായിട്ടും. ജേക്കബ് ബദലിനെ കൊണ്ട് അത് വിരാട് കോഹ്ലിക്ക് ശരിക്കും ജേക്കബ് ബദൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. തീർച്ചയായിട്ടും. പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അദ്ദേഹം ഔട്ടായി എന്നുള്ളത് ശരിയാണ്. അതും ശ്രദ്ധിക്കണം. രോഹിത് ശർമ്മ ഒരു സിക്സ് അടിച്ചു. അതിനുശേഷം ഒരു നോർമൽ ഷോട്ടിനല്ല അദ്ദേഹം ശ്രമിച്ചത്. അത് പലപ്പോഴും രോഹിത് ശർമ്മ ഇങ്ങനെ ഒരു ഷോട്ടിന് ശ്രമിച്ച് തന്നെ പുറത്താവുകയും ചെയ്യും. അത് നമ്മളെ ബാധിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ 2023 ലോകം നമ്മൾ മറക്കാൻ പറ്റത്തില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്നു. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ റൺസും ഈ ബോളും തമ്മിലുള്ള വ്യത്യാസം നോക്കണമല്ലോ. ശേഷം KL രാഹുലിനെ സംബന്ധിച്ച് രാഹുലിനെ ഓഫ് കോഴ്സ് വിരാട് കോഹ്ലി ഓളം നമ്മൾ പറയുകയില്ല, ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു ബാറ്റ്സ്മാനാണ്. അദ്ദേഹം വേറൊന്നും ചെയ്യാനില്ല. പിന്നെ അത് മാത്രമല്ല, ആർച്ചറുടെ നല്ല പന്തിനാണ് അദ്ദേഹം പുറത്താകുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ എത്ര റൺസിന് തോറ്റു എന്ന് പിന്നീട് നോക്കിയാൽ മതി. എല്ലാവരും വാല പുറകുന്നു. എന്തായാലും ഗുർനൂർ ബ്രാറും ഹർഷ്ദീപ് സിംഗും ഒക്കെ അവസാനം കുറച്ച് അടിച്ചുകൊണ്ട് 28 റൺസ് എന്ന് നമുക്ക് പറയാം. ഈ പരമ്പര മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അയർലൻഡ് സീരീസ് തൊട്ട് ഇംഗ്ലണ്ട് T20 പരമ്പര ഇതെല്ലാം കാണിക്കുന്ന ഒരു ഇതാണല്ലോ. ഒന്ന്, നമ്മൾ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമ്മളെ ചതിക്കും എന്നുള്ളൊരു പാഠം ഇന്ത്യൻ ടീമിന് ഇത് നൽകുന്നതാണ്. അതെ. ഗംഭീറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പരീക്ഷണത്തെക്കുറിച്ച് പറയാം. ഇന്ന് KL രാഹുൽ, പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസ് യാദവ്, ഈ 3 താരങ്ങളാണ് ഇന്ന് ടീമിലേക്ക് വന്നത്. അതിൽ KL രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഇല്ലസായിരുന്നു, അദ്ദേഹം ടീമിലേക്ക് വന്നു. പ്രിൻസ് യാദവും പ്രസിദ്ധ് കൃഷ്ണയും നമ്മൾ സ്ഥിരമായിട്ട് കൃത്യമായിട്ടൊരു 11 കണ്ടിട്ട് എത്ര നാളായി. ഇതിൽ ജസ്പ്രീത് ബുംറയുടെ പരിക്ക് ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എത്രയോ നാളുകളായിട്ട് നമ്മൾ ഏകദിനത്തിലാണെങ്കിലും T20 ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 11 ഉണ്ടാക്കാൻ ഗംഭീര പാടുപെടുകയാണ്. ഇതിൽ ഇഞ്ചുറി റീസൺസും മാറ്റിവെച്ചാൽ എന്തുകൊണ്ടാണ് ഈ അനാവശ്യമായ പരീക്ഷണങ്ങൾ വീണ്ടും 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 നടത്തി ഒരു നല്ല ടീമിൻ്റെ മൊമെൻറ്റം കളയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതെ, അതുമാത്രമല്ല, ഇപ്പോൾ എന്തിനാണ് ഇഷാൻ കിഷൻ അങ്ങനെ ഒരു T20 പ്ലെയറെ, അദ്ദേഹം ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ അങ്ങനെ ഒരു T20 പ്ലെയറെ എന്തിനാണ് കൊണ്ടുപോയത് എന്നുള്ളത്, പകരം നല്ലൊരു ബാറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ആരെയെങ്കിലും, ഇഷാൻ കൃഷ്ണ ഒന്നും ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹം കണ്ടല്ലോ, നമ്മൾ ഈ 3 സിറ്റുവേഷനിലും അദ്ദേഹം പരാജയം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ. അതെ, ശിവം ദുബെ, അദ്ദേഹത്തിനും കഴിയുന്നില്ല. ഇത് നല്ല കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് പറ്റിയ തെറ്റുകൾ, അതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ ആളെ മറിച്ച് അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് ഇട്ടു എന്നുള്ള ഗൗതം ഗംഭീറിൻ്റെ കോച്ചിങ്, ക്യാപ്റ്റൻസി, നമ്മുടെ ഗില്ല് ഓക്കെ, ഗില്ല് ഇനിയും ഒരുപാട് മാറാനുണ്ട്, ഇനിയും ഒരുപാട് കളികൾ സ്വാഭാവികമാണ്. തുടക്കത്തിലെ തന്നെ അങ്ങനെ വലിയൊരു ക്യാപ്റ്റനായിട്ടൊന്നും മാറാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ടീമിൻ്റെ മുഴുവൻ ആത്മവിശ്വാസവും, ടെസ്റ്റ് ടീമിൻ്റെ ആത്മവിശ്വാസം പോയി. അത് കുറച്ച് നാൾ മുമ്പേ പോയി. T20 പിടിച്ചു നിൽക്കുമെന്ന് കരുതി, അതും പോയി. അവിടെ ഉള്ള 1ാം റാങ്ക് പോയി കിട്ടി. അതെ, ഇംഗ്ലണ്ട് കയറി. അതാ ഇപ്പോൾ ഏകദിനവും. ചുരുക്കി പറഞ്ഞ 3 ഫോർമാറ്റിലും നമുക്ക് അമ്പേ പരാജയം. നമുക്കിട്ട് ഈ ഗംഭീർ നല്ല പണിയാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗംഭീർ 2027 ലോകകപ്പ് വരെ തുടരുകയാണെങ്കിൽ ഇന്ത്യ ദയനീയമായി ആ ലോകകപ്പ് നമ്മൾ മറക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ആ പ്രകടനം വളരെ മോശമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും 2007 ഏകദിന ലോകകപ്പിന്റെ ഒരു മെമ്മറിയിലേക്കൊക്കെ പോവുകയാണ്. അതെ, അതായത് കുറേ താരങ്ങൾ നക്ഷത്രങ്ങളാണ് എല്ലാവരും. പക്ഷേ ടീം ഇതായിട്ട് വരുമ്പോൾ ഒന്നും ഗുണമില്ല. എല്ലാവരും പല രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു താരങ്ങൾ 2007 അതുപോലെ റോബിൻ ഉത്തപ്പ, അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 3-4 കീപ്പർമാർ തന്നെ ഉണ്ടായിരുന്നു. ധോണി, ദ്രാവിഡ്, റോബിൻ ഉത്തപ്പ, ദിനേശ് കാർത്തിക് ഉണ്ടായിരുന്നോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇത്രയും പേരുള്ള, എന്നിട്ട് പിന്നെ ബംഗ്ലാദേശിനോടൊക്കെ ചുമ്മാ തോറ്റു പോകുമായിരുന്നു. അതെ, ആദ്യം ജയിച്ചത് ബെർമുഡ ആയിട്ടാണ് തോന്നുന്നു ജയിച്ചത്. 400 റൺസ് എന്തോ. അതെ, അതാണെന്ന് തോന്നുന്നു, ആ കളിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു ദയനീയ അവസ്ഥയിലേക്കുള്ള പോക്കാണ്. എത്രയും പെട്ടെന്ന് വേണ്ട രീതിയിലുള്ള അഴിച്ചുപണി ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നും കളിച്ചിരിക്കുന്നത് 38-39 വയസ്സായ 2 വെറ്ററൻ താരങ്ങളാണ്, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. ഓഫ് കോഴ്സ് ഗില്ലിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഒരു ഡൗട്ടും ഇല്ല, അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ആശ്രയിക്കുകയാണ് ഏകദിന ഫോർമാറ്റ് ഈ 2 താരങ്ങളെ. ഇന്ന് ഇവരും കൂടെ കളിച്ചിട്ടില്ല എന്നെങ്കിലത്തെ ഉള്ള അവസ്ഥ അത് ദയനീയമായി എന്തായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം,
നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്ക്വാഡിനെ കുറിച്ച് പറഞ്ഞു. ഗംഭീറിൻ്റെ മാത്രമല്ല ഈ സെലക്ഷൻ കമ്മിറ്റി ഇരിക്കുന്ന അജിത് അഗാർക്കർ, നമ്മൾ ആ പേര് പലപ്പോഴും പറയാറില്ല. അജിത് അഗാർക്കറിൻ്റെ ചില തീരുമാനങ്ങൾ, അജിത് അഗാർക്കറിനെ കുറിച്ച് കേട്ടത് ഈ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റത്തിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്ത് നിന്നൊരാൾ അഗാർക്കറായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ പരാജയം എന്താണെന്നുള്ളത് ഈ ഒരു 3 പരമ്പരകളായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു വലിയ കിരീടം നമ്മളെ നേടിയെത്തുമ്പം നമ്മൾ ഈ പുറയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. പക്ഷെ പരാജയങ്ങൾ തുടർച്ചയായിട്ട് വരുമ്പം ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി കയറി വരും. അതാണ് ഇപ്പോൾ അജിത് അഗാർക്കറിനും ഗംഭീറിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ക്യാപ്റ്റൻസി ഇപ്പം ശ്രേയസ് അയ്യർ 2020 ക്യാപ്റ്റനാവുന്നു, ഗില്ല് ഏകദേശം ഇത് ഇവരുടെ മാത്രം കുഴപ്പമല്ല, മുകളിൽ തുടങ്ങുകയാണ് കുഴപ്പങ്ങൾ. സെലക്ഷൻ കമ്മിറ്റി, അജിത് അഗാർക്കർ, അതുപോലെ കോച്ചിങ് സ്റ്റാഫ് അജിത് ഗംഭീർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച്. കുറേ നാളുകളായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. ഫീൽഡിങ്ങിൽ നമ്മുടെ നിലവാരം ദയനീയമാണ്. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും മോശം ക്യാച്ചിങ് എഫിഷ്യൻസി ഒക്കെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഏറ്റവും ഭാഗത്താണ്. ഒരു സമയത്ത് നമുക്ക് നല്ല ഫീൽഡിംഗ് യൂണിറ്റ് ഒക്കെ ആയി വന്നതാണ്. ഇപ്പം നമ്മൾ വളരെ പുറകിലേക്ക് വരികയാണ്. ഇന്ന് ഇംഗ്ലീഷ് ഫീൽഡർമാർ പറന്നു പിടിച്ച ചില പന്തുകളും അവർ സേവ് ചെയ്യുന്ന റൺസ് മാത്രമല്ല, ഈ റണ്ണ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ കൂടുകയാണ്. നമുക്കത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഷോട്ട്, നല്ല 2 ഷോട്ടുകൾ ബൗണ്ടറിയിലേക്ക് പോവുകയാണ്, പക്ഷെ അത് തടഞ്ഞിടുന്നു, 2 റൺസ് ആകുന്നു. സ്വാഭാവികമായിട്ട് ഫ്രസ്ട്രേഷൻ, സമ്മർദ്ദം കൂടുകയാണ്. അത് ഏത് രീതിയിലേക്കാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിക്കറ്റുകളിലേക്ക് നയിക്കുന്നത്. അതെ, വിക്കറ്റുകളിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഫീൽഡിങ് അതൊരു വലിയ ഘടകമാണ്. ഇന്ന് നോക്കിയാൽ ഏറ്റവും നല്ല ഫീൽഡ് ചെയ്തത് 39 വയസ്സുകാരനായ രോഹിത് ശർമ്മയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോകും. അതെ, അദ്ദേഹം അത് പിന്നെ ബൗണ്ടറി ലൈനിൽ നിന്ന് പന്ത് കയ്യിൽ തന്നെ ഇരുന്നു. നല്ല ഒന്നാന്തര ഫീൽഡിങ്. നമ്മുടെ ശിവം ദുബൈ അടുത്തൊക്കെ വന്നെങ്കിൽ പന്ത് എന്നെ ഒന്ന് പിടിക്കാമെന്ന് ചോദിച്ചാൽ ശിവം ദുബൈ താഴ്ത്തിടും. ശിവം ദുബൈ പണ്ട് ഞാനന്ന് പറഞ്ഞില്ലേ, ഒരു കമന്ററി പറഞ്ഞ പോലെ, ശിവം ദുബൈ ഓട്ടത്തിൽ നിന്ന് തിരിഞ്ഞു വരണമെങ്കിൽ ഈ ടാങ്കർ ലോറി തിരിയേണ്ട സമയം വരും എന്നുള്ള രീതിയിലാണ്. നമ്മൾ അത്രയും അതിദയനീയമായിട്ട് നമ്മുടെ ഫീൽഡിംഗ് യൂണിറ്റ് മാറിക്കണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലൊരു ഷഫ്ലിംഗ് തലപ്പത് തൊട്ട് ആവശ്യമാണ്. അതിലൊരു പ്രശ്നം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ താരങ്ങളെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ IPL നോക്കിയിട്ടാണ്. അതെ, അത് നമ്മളെ നന്നായിട്ട് ബാധിക്കും. സ്വാഭാവികമായിട്ടും IPL എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 20 ഓവർ കളി എന്ന് പറയുമ്പോൾ, അതിനകത്തുനിന്ന് നമുക്ക് ഒരു 3-4 ഓവർ നമ്മൾ പ്രകടനം നടത്തിയാൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ മാറി. നമുക്ക് 2 ഓവർ കൊണ്ട് ഒരു കളി തന്നെ മാറ്റാം. പക്ഷേ 50 ഓവറിൽ അത് നടക്കില്ല. 50 ഓവറിൽ അത്രയും ക്ഷമയുള്ള ബാറ്റർമാരുണ്ടായാൽ മാത്രമേ നമുക്ക് ചില കളികൾ, നമുക്കിപ്പോൾ 15 ഓവറിൽ പണ്ട് അടിക്കുന്ന പോലെ 100 റൺസ് എന്നുള്ള പഴയ ടാർഗറ്റ്, അത് ആദ്യത്തെ 15 ഓവറിൽ കൂടുതൽ റൺസ് അടിച്ച് ചിലപ്പോൾ ജയിച്ചേക്കാം. പക്ഷേ എല്ലാ കളികളും അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ 4-5 വിക്കറ്റ് പോയി സമ്മർദ്ദത്തിലാവും. ആ സമയത്ത് കളി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല ബാറ്റർമാർ ഉറപ്പായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ 2027 വേൾഡ് കപ്പിന് വെറുതെ പോവുകയാണെന്ന് തന്നെ പറയും. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒന്ന് കണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പോരേണ്ട വരും. അങ്ങനെ ആകാതിരിക്കട്ടെ. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ കമന്റ് ബോക്സിലുണ്ടാവും, നീക്ക് ഇന്ത്യ തോക്കാൻ അല്ല, ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ തന്നെ കണ്ടിട്ട് നമ്മൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റ് വഴികളില്ല. കാരണം നമ്മളിത് പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോകണം. ഒരു കാര്യം, എല്ലാം ശരിയാണ്, ഇന്ന് തോറ്റാലും കുഴപ്പമില്ല, നാളെ ജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2027 ഏകദിന ലോകകപ്പിന് മുമ്പ് ഒരുപാട് സമയം ഇനിയും ബാക്കിയുണ്ട്. സിംബാബ്വെ സീരീസ് വരുന്നു, ഇതിന് ശേഷം ശ്രീലങ്ക ടെസ്റ്റ് സീരീസാണ്, പിന്നെ വെസ്റ്റ് ഇൻഡീസ് സീരീസ് വരുന്നുണ്ട്, ഒരുപാട് പരമ്പരകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി ജയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സിംബാബ്വെ സീരീസാണ് വരുന്നത്. അവിടെയും കൂടെ തോറ്റാൽ കാവിലെ ഇനിയിപ്പം പിന്നെ ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ ഫോർമാറ്റിൽ നമ്മുടെ ആ ഒരു ഇത് അല്ല. പിന്നൊരു മാർഗ്ഗമുണ്ട്. പണ്ടൊക്കെ ചെയ്യുന്ന പോലെ T20-യിലുള്ള ഇപ്പോഴത്തെ പുതിയ ടീമുകളുണ്ടല്ലോ, അവരെ ഇന്ത്യയിലേക്ക് വിളിച്ചിട്ട് അവരെ തോൽപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യും. ചിലപ്പോൾ ആ ഭാഗ്യക്കേട് ചിലപ്പോൾ അവിടെയും തോറ്റുന്നിരിക്കും. ഈ കണക്കിനാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ. അതെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു കാര്യം വെച്ചാൽ, നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല ബൗളിംഗ് യൂണിറ്റ് അതുണ്ടായില്ലെങ്കിൽ മിനിമം 1-2 ബൗളർമാരെങ്കിലും, ഇത് ഡെത്ത് ഓവറിലും ബോൾ ചെയ്യാൻ അറിയില്ല, ഓപ്പണിങ്ങിൻ്റെ ഓവറുകളിലും പറ്റുന്നില്ല, പവർ പ്ലേയിലും പറ്റുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് എങ്ങനെയാണ് ഒരു വിജയം സാധ്യം? ബാറ്റർമാരെ കൊണ്ട് മാത്രം എങ്ങനെ വിജയം സാധ്യമാകും? ബൗളർമാരെ എറിഞ്ഞിട്ട് 400 മുകളിൽ റൺ കൊടുത്തിട്ട് ബാറ്റർമാരെ അടിച്ചോളാൻ പറഞ്ഞ കാര്യമില്ല, നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വിജയ വഴിയിലേക്ക് എത്ര പെട്ടെന്ന് തിരിച്ചു വരേണ്ടതായിട്ട്. ബൂംറ ഇല്ലെങ്കിൽ
പിന്നെ നടക്കില്ല എന്നുള്ള അവസ്ഥ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കളികളിൽ ഈ പരിക്കിൻ്റെ നിർഭാഗ്യം നമ്മളെ ബാധിച്ചു. കഴിഞ്ഞ കളിയിൽ കെ എൽ രാഹുൽ ഉണ്ടായിരുന്നു, നമ്മൾ ജയിച്ചാൽ. ഈ കളിയിൽ ബുംറ നമ്മൾ ജയിച്ചാൽ. ഇനി നമ്മൾ അല്ലേ സ്വാഭാവികമായിട്ട് 2025 ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ ജയിക്കുമ്പോൾ ജസ്പ്രീത് ബുംറ എന്ന ലീഡ് ബോളർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അന്ന് മുഹമ്മദ് ഷമിയാണ് ബോളിംഗ് യൂണിറ്റ് നയിക്കുന്നത്. അവിടെയാണ് എക്സ്പീരിയൻസ്. എന്തുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, അത് അവിടെ നമ്മൾ തെളിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരേ സമയത്ത് പരിചയസമ്പത്തും പ്ലസ് യുവത്വവും അടങ്ങുന്ന ഒരു സ്ക്വാഡിനെ തന്നെ ബിൽഡ് ചെയ്താൽ മാത്രമേ 27 വേൾഡ് കപ്പ് സ്വപ്നം കാണാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അത് മാത്രമല്ല, ഇത് നമ്മളെയാണ് ബാധിക്കുന്നത്. നമ്മളെല്ലാ കാലവും ഈ തോൽവി തന്നെ പറഞ്ഞു ബൗണ്ടറി ബസ്സിൽ കുത്തിയിരുന്ന് തോൽവി മാത്രം. നമ്മൾ ഈ ചില PTA മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴേ ഈ മറ്റേ മാർക്കൊക്കെ കുറയുമ്പോൾ ടീച്ചർമാരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഈ സങ്കടത്തോടെ കേട്ടോണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതാണ് കറക്റ്റാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഈ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വിജയവയിലേക്ക് ഇന്ത്യ തിരിച്ചെത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം.